ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പൊതുവേ എപ്പോഴും പറയുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ 1,00,000 മേലെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ഒരുപാട് സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചെയ്യുന്ന എളുപ്പമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. യൂട്യൂബ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ കഷ്ടപ്പാട് അറിയാം. വീഡിയോ എടുക്കണം, റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ അതൊരു ശരിക്കുള്ള പ്രയത്നം തന്നെയാണ്. അതൊരു തമാശ രീതിയിൽ കാണുന്ന ആളുകൾ കാണും, കളിയാക്കുന്ന ആളുകൾ ഒരു സൈഡിലുണ്ട്. പക്ഷേ എനിക്ക് അവരോടൊക്കെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വെറുതെ കിടന്നിട്ട് കമൻ്റ് അടിക്കാതിരിക്കുക. നിങ്ങൾക്കറിയാവോ എങ്കിൽ നിങ്ങൾ സംസാരിക്കുക. പലപ്പോഴും യൂട്യൂബിൻ്റെ ഒരുപാട് നല്ല ടാലൻ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മളെ ഇതിൽ. ഇപ്പം ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് ഇപ്പോൾ 1 മില്യൻ്റെ മേലെ പോയ ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഹസ്ബൻഡിൻ്റെ നാട്ടുകാരിയായിട്ട് ഉള്ള കല്യാണിയുടെ വീഡിയോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ബ്ലോഗായിട്ട് വീട്ടിലെ കാര്യങ്ങൾ മാത്രം ഇട്ടിട്ടാണ് ഇത്രയും ഒരു നല്ലൊരു പൊസിഷനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സ്വന്തമായിട്ട് വരുമാനമായി. അതുപോലെയുള്ള വീട്ടമ്മമാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. ആരുടെയും അടുത്തുനിന്ന് പോയിട്ട് കട്ടിട്ട് മോഷ്ടിച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന എനിക്കൊരു ഫാഷൻ പോലെ. എനിക്ക് ഇതിലേക്ക് ഇറങ്ങിയപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കാര്യം അറിയില്ലായിരുന്നു. എഡിറ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു. ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു. അയ്യോ എങ്ങനെ സംസാരിക്കും, അയ്യോ ഇത്. ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്കില്ല. ക്യാമറയുടെ മുന്നിലോ ഫ്രണ്ടിലോ എവിടെ ആയാലും എനിക്ക് സംസാരിക്കാൻ ഒരു മടിയുമില്ല. അത് ഒന്ന് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വെച്ചാൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഞാൻ വർക്ക് ചെയ്തതോടുകൂടിയാണ് എനിക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള മടി മാറിയത്. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കൂട്ടം ആളുകളുടെ ഇടയിൽ പോയി നിൽക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇതാണ്. ഒറ്റയ്ക്ക് പോകുമ്പം എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ എല്ലാവരും എന്നെ നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നലൊക്കെ പണ്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. അതേപോലെ യൂട്യൂബിൽ തുടക്കത്തിൽ എൻ്റെ യൂട്യൂബ് ഞാൻ ഉണ്ടായിരുന്ന യൂട്യൂബ് കോപ്പി റൈറ്റിംഗ് ആയി. ആ വീഡിയോൻ്റെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കറിയാം ഇപ്പോഴത്തെ മാറ്റവും അന്നത്തെ മാറ്റവും. കാരണം അന്നൊക്കെ എനിക്കിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ തുടർച്ചയായിട്ടൊന്നും സംസാരിക്കാനൊന്നും കിട്ടില്ല. എന്താ പറയണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഞാൻ പൊതുവേ നല്ലോണം സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ അവിടെ അങ്ങ് സ്റ്റോപ്പ് ആവും. എന്താ പറയുക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആ ഒരു മാറ്റം എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബ് തന്നെയാണ്. പിന്നെ എനിക്കൊരു ഗുണം ഉണ്ടായിട്ടുള്ളത് എഡിറ്റിങ്ങിനെ പറ്റി ABCD എനിക്കറിയത്തില്ല. എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നല്ല, അത് എഡിറ്റ് എങ്ങനെ ചെയ്യണം ഒക്കെ ഞാൻ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അത് എവിടെ കട്ട് ചെയ്യണം, എവിടെ എന്തൊക്കെ ചെയ്യണം ഒക്കെ കൃത്യമായിട്ട് അതെല്ലാം ചെയ്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് യൂട്യൂബ് വഴി എനിക്ക് കിട്ടിയ ഒരു വലിയൊരു കാര്യമാണത്. കാരണം നമ്മൾ പോവാത്തൊരു മേഖലയാണ് അതൊക്കെ, എഡിറ്റിംഗ് എന്നൊക്കെ പറയണത്. പിന്നെ ഭയങ്കരമായിട്ടുള്ള എഡിറ്റിംഗ് വേർഷനിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് അത്യാവശ്യം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഒന്നും ഇല്ലെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ പുതിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, ഇതിലിനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, യൂട്യൂബിനെ പറ്റി പുതിയ ഇതൊക്കെ ഞാൻ വായിച്ചു വെച്ചും കണ്ടും വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അതിനായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് യൂട്യൂബേഴ്സ്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഞാൻ ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സൊക്കെ എങ്ങനെയാണ് വരുന്നത്, എന്താ ചെയ്യേണ്ടത്, ഇപ്പം മെസ്സേജൊക്കെ വരുമ്പോൾ എന്താ അതിനു വേണ്ടി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത്, ഇതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഏകദേശം ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് യൂട്യൂബ് കൊണ്ട് ഈ ഒരു ഗുണം എനിക്ക് ലൈഫിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒന്നും പ്രതീക്ഷ ഉണ്ടല്ല, എനിക്കൊരു ടൈം പാസ്. പിന്നെ എനിക്ക് ഇതുകൊണ്ട് കുറേ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങളുണ്ട്. അത് നമ്മളെ തന്നെ മാറ്റാനും ഒക്കെ ഒരു കാരണമായി തീരട്ടെ. കാരണമാണ് അത്. കുറേ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കമൻസൊക്കെ മോശമായിട്ട് ഇടുന്നവർക്ക് വേറെ ജോലിയില്ലേ എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടിടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം കാണും എന്നും ചിന്തിച്ചോ. ഇനി എന്തെങ്കിലും നേടാനാണെന്ന് അങ്ങനെയും ചിന്തിക്കാം, ഓക്കെ. പക്ഷേ ഇതിലൊന്നും ഞാനൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാര്യവും മുന്നോട്ട് ചെയ്യുന്ന ഒരാളല്ല.
മുന്നിൽ എനിക്കിത് നേടാനാണെന്ന് ഞാൻ ചിന്തിക്കാറില്ല. അതെല്ലാം എൻ്റെ ലൈഫിൽ പെട്ടെന്ന് വന്ന് ചേരുന്ന കാര്യങ്ങളാണ്. അത് എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഒരു ആളായിക്കോട്ടെ ആരായിക്കോട്ടെ, ഇനി എന്തെങ്കിലും കാര്യം നടക്കണോ അതെല്ലാം പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ഒന്നും ഇന്നത് നടക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഒരു കാര്യവും ചെയ്യാറില്ല. അതേപോലെ തന്നെയാണ് യൂട്യൂബ് തുടങ്ങിയത്. എവിടെ എത്തുന്നൊന്നും എനിക്കറിയില്ല. ഒരു യൂട്യൂബ് തുടങ്ങി മൊത്തം ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഒരുപാട് വീഡിയോസ്, എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ്, ശരിക്കും പറഞ്ഞാൽ എല്ലാ വീഡിയോസും പോയി. ഞാനത് സേവ് ചെയ്ത് പോലും വച്ചില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ആ വീഡിയോസ് ഒന്നും എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാനത് സേവ് ചെയ്ത് മൊബൈലിലാക്കി വെച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ രണ്ടാമത് ഇതിൽ തെങ്കിലും ഇടായിരുന്നു. അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ വലുതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഈ വീഡിയോസ് ഒന്നും തിരിച്ച് നമ്മൾ ഇത് കോപ്പി റൈറ്റിംഗ് വന്ന് ഇത് ബാൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ വീഡിയോസ് ഒന്നും തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഞാൻ നിർത്തിയില്ല. ഞാൻ രണ്ടാമത് ചാനൽ തുടങ്ങി. വരും ഒരുപാട് പ്രതീക്ഷ, 3 മാസം 4 മാസമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു യൂട്യൂബ് തിരിച്ചു വരുമായിരിക്കും. പക്ഷെ വന്നില്ല. പിന്നെ എൻ്റെ പുതിയ ചാനലാണ് ഇപ്പോൾ ഇത് ഓരോ വീഡിയോയും ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് പെൻഡ്രൈവിൽ ആക്കി വെക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഇത്. കാരണം നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ വീണ്ടും ഇത് ചെയ്യാമല്ലോ എന്നുള്ളത്. കാരണം പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം. നമ്മൾ ഒരുപാട് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസ് എല്ലാം പോയി എന്ന് പറയുമ്പോൾ ഇതൊക്കെ പിന്നീട് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ഇപ്പോൾ ഉള്ള ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഓരോ വീഡിയോസ് കാണുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാരേജ് വീഡിയോ ഒക്കെ പിന്നീട് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. ആ സമയത്ത് 2004, എൻ്റെ കല്യാണം 2004 അപ്പോൾ ആ സമയത്ത് കാണുന്ന വീഡിയോസ് സ്കിപ്പ് ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അതേപോലെ തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് യൂട്യൂബിനെ ഒരുപാട് അപമാനിച്ച് സംസാരിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വളരെ മോശമായിട്ട്, അതും ഫാമിലി ബ്ലോഗുകളിലൊക്കെ പോയി വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ചെയ്യണ്ട. വെറുതെ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ നിൽക്കരുത്. അത്രയേ പറയാനുള്ളൂ അതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക്. എന്തായാലും നൈറ്റിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയെടുത്ത് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് കൈവേദന. കാരണം ശരി, ഞാൻ ഇടിയപ്പത്തിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് മാറ്റി കൊഴക്കട്ട ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്ലാനായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? ആ ചൂടുവെള്ളം ഒഴിച്ച്, പണ്ടായിരുന്നെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൈയൊക്കെ പൊള്ളിച്ച്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നെക്കൊണ്ട് പറ്റാത്തൊരു സംഭവമായിരുന്നു. ഇപ്പം പൊടി പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുന്ന ടൈപ്പ് വന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പവും കൊഴക്കട്ടയും ഒക്കെ നമുക്ക് അടയാണെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാക്കാം. ആ രീതിയിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പം ഞാനതിൽ അരിപ്പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമ്മൾ വെറും പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. പണ്ടായിരുന്നെങ്കിൽ നമ്മൾ മില്ലിൽ പൊടിച്ച പൊടിയിൽ ചൂടുവെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് മയപ്പെടുത്തി നല്ലോണം കുഴച്ചാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ഒക്കെ കാലം മാറിയല്ലോ. ഇപ്പോൾ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ഇനി പാചകം എല്ലാം വളരെ ഈസിയാണ്. എനിക്ക് ചൂടുവെള്ളത്തിൽ കൈ ഇങ്ങനെ ഇട്ട് കുഴയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും. ചെയ്തിട്ടുണ്ട്, ചെയ്തില്ല എന്നല്ല. ആ സമയത്തൊക്കെ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ചുവന്നിട്ടുണ്ടാവും. 2 ദിവസം അതിൻ്റെ വേദന സഹിക്കണം. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ഓക്കെയാണ്, പക്ഷേ കുറച്ച് ദിവസം എൻ്റെ കൈ ഇങ്ങനെ പൊള്ളിയിട്ടുണ്ടാവും. അതുപോലെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു മെത്തേഡ് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഈ രീതി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ പച്ചവെള്ളത്തിൽ കുഴച്ച് എടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വില നല്ല ജാസ്തി തന്നെയാണ്. പിന്നെ നമ്മൾ 3 പേരുള്ളവർക്കൊക്കെ ഇതൊക്കെ മതി. ഈ ഒരു കവർ തന്നെ ഒരുപാട് ധാരാളം. വല്ലപ്പോഴും ഒക്കെ അല്ലേ മേടിച്ച് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പം അത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ദോശയും ഇഡ്ഡലിയും ആകുമ്പോൾ നമുക്കൊരു ബോറായിരിക്കും. പിന്നെ നൈറ്റിൽ എപ്പോഴും ചോറാകുമ്പോൾ അതൊരിത്. അപ്പോൾ അതിനൊക്കെ മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുറേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി മണിക്കൊഴക്കട്ട, ചെറിയ കൊഴക്കട്ട, പിന്നെ അങ്ങനെ കുറേ ജില്ലകളിലൊക്കെ പല രീതിയിലൊക്കെ പറയുന്ന കേൾക്കാം. ഇതിനെ പല രീതിയിൽ കുക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ആ രീതിയിൽ ചെറുതായിട്ട് ചെയ്തിട്ട്
ചെയ്യാന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഇതാ ശരിക്ക് നല്ല മയത്തിൽ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. നമ്മൾ ആട്ടയൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ ആ നല്ല ശക്തി പ്രയോഗിച്ച് കുറച്ച് നേരം ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല മയം വരും. ആ പൊടിയെല്ലാം അതിൽ ചേർന്ന് പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പായസം ഓക്കെ പായസം പോലെ ആവും, പായസമല്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് ശരിക്ക് പാകത്തിന് കറക്റ്റായിട്ടുണ്ട്. നല്ലോണം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ താഴെ ഇട്ട് ഇടിച്ച് ഒക്കെ മയപ്പെടുത്തി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉണ്ടാവും. അപ്പം ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര പ്ലാനോട് കൂടെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാം തതോഗതി എന്താ ചെയ്യണേ എന്താ പറയുന്നതെന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് പെട്ടെന്നായിരിക്കും ഞാൻ രാത്രി ഇതുണ്ടാക്കണം അതുണ്ടാക്കണം എന്ന തീരുമാനത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇടിയപ്പവും ഇതുപോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റിൽ ചെയ്യുന്നവരുണ്ട്, ഇലയിൽ ചെയ്യുന്നവരുണ്ട്, പല രീതിയിലും ചെയ്യുന്നവരുണ്ട്. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലാണ് ഞാൻ ഇടിയപ്പം ചെയ്തെടുക്കുന്നത്. പിന്നെ ഇവിടെ വാഴയില കിട്ടുകയാണെങ്കിൽ അട ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അത് ചിലപ്പോൾ കിട്ടാത്ത സമയങ്ങളിലൊക്കെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കയ്യിൽ ചെറുതായിട്ടെടുത്ത് നല്ല പണിയാണ്. കാരണം നമ്മൾ വലിയ കൊയക്കട്ടയാകണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് വെക്കാം. ഇത് ചെറിയതായി ഇതിലും ചെറിയ ഇതാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ചെറിയതായിട്ട് ആക്കി ഇതേപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഫുള്ള് ആക്കി എടുത്തതിന് ശേഷം ആവിയിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നൈറ്റിലൊരു ചെറിയ മാറ്റം വേണമെന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ചോറും ഒക്കെ കഴിക്കുമ്പം ഒരു മടുപ്പാണ്. എല്ലാ ദിവസവും നമ്മൾ ഒരേ ഇതിൽ പോവുകയാണെങ്കിൽ ഭയങ്കര മടുപ്പാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചിന്തിച്ച് പോകുന്നത്. പക്ഷേ ഇതൊക്കെ പെട്ടെന്നുള്ള തീരുമാനം കേട്ടോ. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ വന്ന ആളാണ്. പക്ഷേ എനിക്കെന്തോ അന്നേരം തോന്നിയില്ല. പിന്നെ കൈവേദനയൊക്കെ വന്നപ്പോൾ ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ചതാണ്. എന്തായാലും ഇത് ഈ രീതിയിലാവട്ടെ എന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഹസ്ബൻഡിനായിക്കോട്ടെ മോളിനായിക്കോട്ടെ അങ്ങനെ ഇത് വേണം അത് വേണം, ഇല്ല ഇത് കഴിക്കാൻ പറ്റില്ല അത് കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഞാൻ എന്താണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് അവർ സന്തോഷത്തോടെ കഴിക്കും. അതുകൊണ്ട് നമുക്ക് ആ പ്രശ്നവുമില്ല. ചിലവരുടെ വീട്ടിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യമായിരിക്കും അങ്ങനെ ഉണ്ടാക്കുമ്പം ഇഷ്ടമില്ലാതെ കഴിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഇതെന്തിനാ ഇന്ന് ഇതിലുണ്ടാക്കിയത് എന്ന് പറഞ്ഞ് ഉള്ളതും കണ്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയുള്ള ആളുകളെയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു രീതിയേ ഇല്ല. അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവർ പറയും, തുറന്നടിച്ച് പറയും. പിന്നീട് അടുത്ത പ്രാവശ്യം ഞാൻ ആ പരിപാടി ചെയ്യത്തില്ല. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം കൊണ്ട് അവർക്ക് എന്താ ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. സന്തോഷത്തോടെ അവരുണ്ടാക്കി തരുന്നൊരു സാധനം. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടെ പിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്. പക്ഷെ ഇഷ്ടമല്ലാത്തത് എന്തിനാ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കണം, അതിൻ്റെ ആവശ്യമില്ല. ചിലവർക്ക് ഇഷ്ടമല്ലാത്ത കുറേ ഫുഡൊന്നും ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ നല്ല സന്തോഷത്തോടു കൂടെ കഴിക്കുന്ന കാണുമ്പോൾ നമ്മളുടെ വയറ് നിറയും. നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അവർ കഴിക്കണ കണ്ടാൽ തന്നെ വയറ് നിറയും. അപ്പോൾ എപ്പോഴും കാര്യങ്ങൾ ക്ലിയറായിട്ട് എന്താ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും പൂരി, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുമ്പോൾ നല്ലോണം ബോറടിക്കും. അപ്പോൾ കുറച്ചൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും 2 തട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടൈം എടുക്കുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ആവിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടെ ഫില്ലായി. ഇത്രയും മതി, നമുക്ക് 3 പേർക്ക് ഇത് തന്നെ ധാരാളം. അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. പിന്നെ
കൊയക്കട്ട പോലെ കുറച്ച് വലുതായിട്ട് വെക്കുമ്പോൾ നമുക്ക് മധുരം ഇല്ലാതെയും ആക്കാം, അല്ലെങ്കിൽ പഞ്ചസാര തേങ്ങ അല്ലെങ്കിൽ ശർക്കര തേങ്ങ നിറച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ പഴയ കാലത്ത് ചെയ്യുന്ന പോലെ കൊയക്കട്ട വെള്ളത്തിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ തട്ടായിട്ട് പാത്രത്തിൽ എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ഉണ്ട്. ലാസ്റ്റ് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജോലി ഇവിടെ തീർന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ തട്ടിൽ എല്ലാം കൂടെ എടുത്ത് മുകളിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. അതാ ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടേ 1 2 3 മൂന്നാമത്തെ തട്ടും ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഓക്കെ, ഈ ഒരു മുകളിൽ വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ വെക്കാം, കാരണം അതിൻ്റെ അടപ്പ് അങ്ങനെയാണ്. താഴത്തെ തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റേ തട്ടുമായിട്ട് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. പിന്നെ എനിക്ക് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എല്ലാം ക്ലിയർ ചെയ്ത് ഉള്ള പാത്രങ്ങളും ഒക്കെ ഉള്ളത് ഈ ഒരു ആവി പിടിക്കുന്ന സമയത്ത് നമ്മൾ അന്നേരം കഴുകി വെച്ചാൽ പിന്നെ ജോലിയില്ല. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കും, കാരണം എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ച് പോയി കിടക്കുമ്പോഴാണ് ഒരു മനസമാധാനം ഉള്ളത്. അതുപോലെ രാവിലെ വന്ന് അടുക്കളയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കയറുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പാത്രം ചില സമയത്തൊക്കെ എനിക്ക് ഇട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം കഴിയുന്നത് ഞാൻ രാത്രി എങ്ങനെയെങ്കിലും ആയാലും ഉള്ള പാത്രമെല്ലാം ഒന്ന് കഴുകി വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രാത്രിയത്തെ ഏകദേശം ഒരു ജോലി കഴിഞ്ഞു എന്ന് പറയാം. അടുക്കള എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആവുന്നില്ല എന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പാത്രം കഴുകലാണ്. അത് ഒഴിവാകുമ്പോൾ തന്നെ അടുക്കള നല്ല ക്ലീനായിട്ട് വരും. ഇപ്പോൾ ഈ സിങ്കിൻ്റെ അവിടെ എല്ലാം ഇതേപോലെ വൃത്തിയാക്കി ഞാൻ എല്ലാം നല്ലോണം കഴുകി വെള്ളത്തിലാക്കി. എപ്പോഴും നമ്മൾ എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കാലിയായിട്ടിരിക്കും. അപ്പോൾ ഇപ്പം അടുത്തൊരു പ്രാവശ്യം ഞാൻ പുറത്തു നിന്നൊരു ബിരിയാണി മേടിച്ചു. അതിൻ്റെ ഒരു ബക്കറ്റ് ബിരിയാണി, ചെറിയ കുട്ടി ബക്കറ്റ് ബിരിയാണി മേടിച്ചപ്പോൾ അതിൻ്റെ ബക്കറ്റ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് അടുക്കളയിൽ വെള്ളം എടുക്കാനൊക്കെ യൂസായി. അപ്പോൾ അങ്ങനെ ഇവിടെ ഈ ഭാഗം നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി. അപ്പോഴത്തേക്ക് ആവി ഒക്കെ ആയി ഇവിടെ കൊയക്കട്ട റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹാളിലേക്ക് പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറേ നേരം നിന്നപ്പം ദേഹവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുന്ന് ഒരു സിനിമയൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചു വെച്ചു. പക്ഷേ പാട്ട് ഒക്കെ ആയിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഹാളിൽ പോയിരുന്നു. വീട് ക്ലീൻ ചെയ്യുമ്പോഴും കിച്ചണിലെ ജോലി ആയിക്കോട്ടെ, എനിക്കുള്ളൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് അവിടെ തന്നെ ഇരിക്കാറില്ല. ഇടയ്ക്ക് വന്ന് TV കാണും, ഇടയ്ക്ക് വന്ന് പാട്ട് കേൾക്കും, അല്ലെങ്കിൽ പാട്ട് വെച്ചുകൊണ്ട് ജോലി ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളാണ്. കൂടുതലും പാട്ട് വെച്ച് ഇരിക്കലാണ് എൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. കാരണം കുറച്ച് നേരം ആ പാട്ടൊക്കെ കേട്ട് കുക്ക് ചെയ്യുമ്പോൾ അറിയത്തില്ല. അപ്പോൾ രാത്രി മിക്കവാറും അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ചില സമയത്ത് പാട്ട് വയ്ക്കുമ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സൗണ്ടൊക്കെ കുറച്ച് വെക്കും. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇരുന്ന് എനിക്ക് പിന്നെ എങ്ങനെ ഇരുന്ന് കാണാൻ അത്ര ഇതല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വരും. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കണ്ടാൽ അവിടെ അത് ശരിയാക്കി ഇത് ശരിയാക്കി, ഇപ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കർട്ടൻ അങ്ങോട്ട് നീങ്ങിയേണ്ട അതെടുത്തിട്ട് പിന്നെ കറക്റ്റാക്കി. ഞാൻ TV കാണുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് ഓരോന്നൊക്കെ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. എന്തായാലും കുറേ നേരത്തെ പരിശ്രമത്തിൻ്റെ ഓർത്ത് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു ചാനലുണ്ട്. അതെപ്പോഴും അവരുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ. ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ മേക്ക് ഓവർ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ വീട് മേക്ക് ഓവർ ചെയ്യുക, പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തുക. അല്ലെങ്കിൽ ഈ ഒരു കസേല ഇപ്പുറത്താണെങ്കിൽ നാളെ അതെടുത്ത് അപ്പുറത്തിട്ട് കഴിഞ്ഞിട്ട് അതിനെന്തെങ്കിലും മാറ്റം വരുത്താവോ എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എപ്പോഴും ഒരു ചേഞ്ച് എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ, അതേപോലെ വീടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ഓർഗനൈസ് ചെയ്യുന്നതും പല പല ഐഡിയാസൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളുടെ ഹിന്ദിയാണ്, അപ്പോൾ അവളുടെ വീഡിയോ എപ്പോഴും കാണും. കുറേ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഡെയിലി ഞാൻ ഇടയിലേക്ക് ഒരു ദിവസമെങ്കിലും അവരുടെ വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ട്. ചില നല്ല രസം അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ മടുക്കില്ല. സിനിമയേക്കാൾ കൂടുതൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഇവിടെ എല്ലാം
കറക്റ്റായിട്ട് ആവിയൊക്കെ ആയി നല്ല വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്തതാണ്. അതിന് ശേഷം ഇച്ചിരി നെയ്യും അല്ലെങ്കിൽ കടുകൊക്കെ ഇട്ട് ഒന്ന് ഇതേപോലെ നല്ല നെയ്യിൽ കുറച്ചൊന്ന് വരട്ടിയെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതാ ഒന്നും കറീൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ എടുത്ത് കഴിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഈ നെയ്യിലൊന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പം അതിനു വേണ്ടി ഞാൻ ചീഞ്ചട്ടി എടുത്തിട്ട് അതിൽ വരട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കഴിക്കേണ്ട സമയമായി. ഇപ്പോൾ ഞാനും മോളിരുന്നു. ഹസ്ബൻഡ് കുറച്ച് കഴിഞ്ഞിട്ടിരുന്നോളാന്ന് പറഞ്ഞു. ആ ടൈമിൽ ഞാൻ അടുക്കളയിൽ വെള്ളം എടുക്കാൻ വന്നതാണ്. ഞാൻ ഇതുപോലെ ബോട്ടിൽ എപ്പോഴും ജീരക വെള്ളം നിറച്ച് വെച്ചേക്കും. ആവശ്യത്തിന് വേണ്ടവരൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് ഇതിൽ നിന്ന് എടുത്ത് കുടിക്കുന്ന രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മോളും ഞാനും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളും കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ടൈം പോകുന്ന അറിയത്തില്ല. അപ്പം കഴിയുന്നതും സംസാരം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. സമയം ഒരുപാടായി. അപ്പം ഞാൻ അടുക്കളയിൽ വന്ന് ബാക്കിയുള്ള ജോലികളെല്ലാം ഒന്ന് ഒതുക്കി ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും കൂടെ എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാൽ അടുക്കള ക്ലീനായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൊയക്കട്ട രണ്ടാമത്തെ ഒരു ട്രിപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. മതിയാവില്ല എന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം രാത്രി ഇനി ആർക്കും വിശന്ന് ഇതാവണ്ട, എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അഥവാ രാത്രി വിശന്ന് കഴിഞ്ഞാൽ കഴിക്കാമല്ലോ. ഈ പറയുന്ന എനിക്ക് തന്നെ രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ നല്ല വിശക്കും. അപ്പോൾ ചിലപ്പം വന്ന് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്നുണ്ട്. ചിലപ്പോൾ ഞാൻ അതേപോലെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നും നടക്കാറില്ല. അപ്പോൾ ഞാൻ എല്ലാ സാധനവും എടുത്ത് മാറ്റി സ്ലാബും തുടച്ച് വൃത്തിയാക്കി പോയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം ക്ലീൻ ചെയ്തെന്നുള്ള ഒരു ഇതിൽ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ക്ലീൻ ചെയ്തിടണം. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും കൂടുതൽ നിർബന്ധമുള്ളൊരു കാര്യം അടുക്കളയും പൂജാ റൂമും എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കണം. അതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് നല്ല തിളങ്ങിയിരിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ മടിയും, പക്ഷെ അത് ആൾക്ക് ഭയങ്കര നിർബന്ധമാണ്. എല്ലാം സിങ്ക് വരെ കാലിയായിട്ട് ഇരിക്കണമെന്നുള്ളത്. വീട്ടിലുള്ള ഗൃഹനാഥന്മാർ അങ്ങനെ ഇരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എങ്കിൽ വീട്ടിലുള്ള പെണ്ണുങ്ങളും മടി പിടിക്കാതെ നല്ല ക്ലീനായിട്ട് വീടെല്ലാം നല്ല അടിപൊളിയായിട്ട് എടുത്തു വയ്ക്കും. ചോദിക്കാൻ ഒരാൾ പിറകിൽ എപ്പോഴും ഉള്ളത് നല്ലതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.